നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് അഥവാ നിംഹാൻസിൻ്റെ 2025-2026 അക്കാഡമിക് ഇയറിലേക്കുള്ള അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിംഹാൻസിൻ്റെ UG പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന മെയിൻ കാര്യങ്ങൾ, അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ. അതിലാദ്യം അതിൻ്റെ ഷെഡ്യൂൾ നോക്കുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 16 ജൂൺ 15 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സമയമുണ്ടാവും. അപ്പോൾ ഒരിക്കൽ കൂടി നോക്കുക, മെയ് 16 തുടങ്ങി ജൂൺ 15 വരെയാണ് രജിസ്ട്രേഷൻ. ഇതിനൊരു എൻട്രൻസ് എക്സാം ഉണ്ടാവും. അത് ജൂലൈ 27 ജൂലൈ 31 റിസൾട്ട് വരും. ഓഗസ്റ്റ് 6 പ്രൊവിഷണൽ ലിസ്റ്റ് വരും. ഡേറ്റ് ഓഫ് അഡ്മിഷൻ ഓഗസ്റ്റ് 11 സ്റ്റാർട്ട് ചെയ്യും. ഇനി നിംഹാൻസിൽ ഒരു +2 കഴിഞ്ഞ കുട്ടിക്ക് അപേക്ഷിക്കാവുന്ന കോഴ്സുകളും, +2 കഴിഞ്ഞവരുടെ മാത്രമാണ് ഇതിൽ പറയുന്നത്, അവർക്ക് അപേക്ഷിക്കാവുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ എലിജിബിലിറ്റി എന്താണെന്നൊക്കെ പറയുന്നു. അതിൽ ഒന്നാമത്തേതാണ് കോളേജ് ഓഫ് നഴ്സിംഗ് BSc നഴ്സിംഗ് കോഴ്സ്. ഈ BSc നഴ്സിംഗ് കോഴ്സ് നിങ്ങളൊരു പ്രീ ഡിഗ്രിയോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഒക്കെ ഉണ്ടായിരിക്കണം. സാധാരണഗതിയിൽ ഹയർ സെക്കൻഡറി ആണ് എല്ലാ കുട്ടികളും. അതുകൊണ്ട് ഞാൻ അതാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് പ്രീ ഡിഗ്രി എന്ന് പറയുന്ന ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഇതിൽ ഹയർ സെക്കൻഡറി എക്സാം പാസ്സായിട്ടുണ്ടാവണം വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ് വിത്ത് 45% അഗ്രിഗേറ്റ്. അതായത് ഹയർ സെക്കൻഡറിയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് 4 പഠിച്ചിട്ടുണ്ടാവണം. 4 ചേർത്ത് 45% മാർക്ക് ഉണ്ടാവണം. ഇതാണ് മെയിൻ ക്രൈറ്റീരിയ. അതേപോലെ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം കുട്ടി എന്നുള്ളത് കൂടിയുണ്ട്. ഇനി കോഴ്സ് ഡ്യൂറേഷൻ 4 വർഷത്തേതാണ്. 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പും ഉണ്ടാവും. അതിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് അപേക്ഷിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടാവുന്ന സീറ്റുകളുടെ എണ്ണം 35 സീറ്റ് മാത്രമാണ്. 50 സീറ്റ് കർണാടക റിസർവേഷനാണ്. അപ്പോൾ ഓൾ ഇന്ത്യ കാറ്റഗറിയിൽ 35 സീറ്റ് കർണാടക ഡൊമിസൈൽ അല്ലാത്ത എല്ലാവർക്കും അപേക്ഷിക്കാവുന്ന സീറ്റാണ്. അതിൽ അൺറിസർവ്ഡ് 14 സീറ്റുണ്ട്. EWSന് 3 സീറ്റുണ്ട്. OBC NCയിലാണെങ്കിൽ 9 സീറ്റുണ്ട്. SC 6 സീറ്റും ST 3 സീറ്റുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ അൺറിസർവ്ഡ് ഒഴികെ EWS കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ തന്നെ താലൂക്കിൽ നിന്നുള്ള, വില്ലേജിലേതല്ല, താലൂക്കിൽ നിന്നുള്ള EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. OBC ആണെങ്കിൽ താലൂക്കിലെ NCL അപ്ലോഡ് ചെയ്യണം. SC ആണെങ്കിൽ താലൂക്കിലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ST ആണെങ്കിലും താലൂക്കിലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഈ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ആ റിസർവേഷൻ ക്ലെയിം ചെയ്താൽ മാത്രമാണ് ഈ സീറ്റ് കിട്ടുക. അല്ലെങ്കിൽ അൺറിസർവ്ഡ് 14 സീറ്റ് മാത്രമാണ് ഉണ്ടാവുക. ഇനി പാരാമെഡിക്കൽ കോഴ്സിൽ അടുത്തതാണ് BSc ഇൻ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. ഇതിലൊരു കുട്ടി എന്ത് പാസ്സായിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി ബോർഡ് പാസ്സായി, അല്ലെ ഹയർ സെക്കൻഡറിയിൽ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്സ്. നഴ്സിംഗിന് മാത്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇവിടെ മാത്സ് കൂടി ഉണ്ടാവണം. ഇതിനെല്ലാം കൂടെ ചേർത്ത് 45% മാർക്ക് അഗ്രിഗേറ്റ് ഉണ്ടായാൽ മതി. ഇനി ഇവിടെയും 3 വർഷത്തെ കോഴ്സാണ്. 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് ഉണ്ടാവും. ഓൾ ഇന്ത്യ കാറ്റഗറിയിൽ ആകെ 4 സീറ്റാണുള്ളത്. അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 2 സീറ്റ് ഉണ്ടാവും. OBCക്ക് 1 സീറ്റ് ഉണ്ടാവും. STക്ക് 1 സീറ്റ് ഉണ്ടാവും. ഇവിടെ റിസർവേഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ മുമ്പ് നഴ്സിംഗിന് പറഞ്ഞ അതേ ഡോക്യുമെന്റ് ഇവിടെ ബാധകമാണ്. വൺസ് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതിയാവും. അടുത്ത പാരാമെഡിക്കൽ കോഴ്സാണ് BSc ഇൻ അനസ്തേഷ്യ ടെക്നോളജി. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് +2 പാസ്സായിട്ടുണ്ടാവണം. സയൻസ് ഗ്രൂപ്പ് ആയിരിക്കണം. 45% സയൻസ് സബ്ജക്റ്റുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകൾ 45% മാർക്ക് ഉണ്ടാവണം. 3 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പുമാണ്. ആകെ 4 സീറ്റാണുള്ളത് ഓൾ ഇന്ത്യ കാറ്റഗറിയിൽ. അൺറിസർവ്ഡിന് 3 സീറ്റും OBCക്ക് 1 സീറ്റും. റിസർവേഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലത്തെ ഡോക്യുമെന്റ് അതിലുണ്ടാവണം. അടുത്ത പാരാമെഡിക്കൽ കോഴ്സാണ് BSc ഇൻ ക്ലിനിക്കൽ ന്യൂറോ ഫിസിയോളജി ടെക്നോളജി. ഇവിടെ നിങ്ങൾ ഹയർ സെക്കൻഡറി പാസ്സായിട്ടുണ്ടാവണം വിത്ത് ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. 45% മാർക്ക് അഗ്രിഗേറ്റ് ഉണ്ടാവണം. 3 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പുമാണ്. 2 സീറ്റാണ് ഓൾ ഇന്ത്യ കോട്ടയിൽ. അൺറിസർവ്ഡിന് 1, EWSന് 1. ഇനി ഏജ് ലിമിറ്റ് നോക്കാം. ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ 1, 2025 ബേസ് ചെയ്തിട്ടാണ്. സെപ്റ്റംബർ 1, 2025 എല്ലാ BSc കോഴ്സുകൾക്കും, അത് നഴ്സിംഗ് ആയിക്കോട്ടെ, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ആയിക്കോട്ടെ, അനസ്തേഷ്യ ടെക്നോളജി ആയിക്കോട്ടെ, ക്ലിനിക്കൽ ന്യൂറോ ഫിസിയോളജി ആയിക്കോട്ടെ, ഒക്കെ ഈ ഏജ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ ഡേറ്റ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഡേറ്റിൽ 17 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവണം. 25 വയസ്സ് ക്രോസ് ചെയ്തിട്ടുണ്ടാവരുത്. അതായത് സെപ്റ്റംബർ 1 2025 17 വയസ്സ് ക്രോസ് ചെയ്തിട്ടുണ്ടാവണം. 25 വയസ്സ് ക്രോസ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. റൈറ്റ്. അടുത്തത്, ദ ഏജ് ഈസ് റിലാക്സബിൾ ബൈ മാക്സിമം 5 ഇയേഴ്സ്. SC ST കാൻഡിഡേറ്റിന് ഈ 25 എന്നുള്ളത് 30 വയസ്സ് വരെ ആവാം. 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. OBC കാൻഡിഡേറ്റിന് 3 വർഷത്തെ
എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ OBC കാൻഡിഡേറ്റിന് 28 വയസ്സ് വരെ ആവാം. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ്റെ പ്രൊസീജിയർ നോക്കാം. ഓൺലൈൻ സബ്മിഷൻ അല്ലെങ്കിൽ ഓൺലൈൻ മാത്രമാണ് ഇതിൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഓൺലൈൻ മോഡിൽ മാത്രമാണ്, ഓഫ്ലൈൻ അല്ല. വിത്ത് ഓൾ അറ്റാച്ച്മെന്റ്സ്. ഈ അറ്റാച്ച്മെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് മറ്റും ഞാൻ ഏതൊക്കെ ഡോക്യുമെന്റ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കും. പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ ഉണ്ടാവണം, ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം. ഓക്കെ. ഇനി അടുത്ത പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യുന്ന എല്ലാ സർട്ടിഫിക്കറ്റിന്റെയും ഒറിജിനലും അതുപോലെ സപ്പോർട്ട് ആ ഡോക്യുമെന്റുകളുടെ ഫോട്ടോ കോപ്പിയും അഡ്മിഷന്റെ സമയത്ത് നിങ്ങൾ കൊണ്ടുചെല്ലുകയും വേണം. അതുപോലെ എ കാൻഡിഡേറ്റ് ക്യാൻ അപ്ലൈ ഫോർ മാക്സിമം 3 കോഴ്സസ്. നമ്മൾ ഈ കാണിച്ച കോഴ്സുകൾ നഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകളിൽ നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് മാക്സിമം 3 കോഴ്സാണ് സെലക്ട് ചെയ്യാൻ പറ്റുക. അതും ശ്രദ്ധിക്കുക. ഇനി അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് 10th സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. രണ്ടാമത്തേത് +2 സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. മൂന്നാമത്തേത് ഇതുപോലെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. ബാക്കിയൊന്നും എല്ലാവർക്കും ബാധകമല്ലാത്തത് കൊണ്ടാണ്. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഫ്രം സ്കൂൾ ഓർ കോളേജ് വേർ ദ കാൻഡിഡേറ്റ് ലാസ്റ്റ് സ്റ്റഡിയുടെ TC, അതായത് TC അപ്ലോഡ് ചെയ്യണം. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ചില കോഴ്സുകൾക്ക് അല്ലെങ്കിൽ ചില ബോർഡുകളിൽ TC ആൻഡ് മൈഗ്രേഷൻ എന്നാണ്. അപ്പോൾ 2 സ്ഥലത്തും നിങ്ങൾക്ക് ഒരേ ഡോക്യുമെന്റ് ചെയ്യാം. ചിലർക്ക് രണ്ടും രണ്ടായിട്ട് കിട്ടും. അപ്പോൾ TC വേറെയും മൈഗ്രേഷൻ വേറെയും. അപ്പോൾ അതത് കോളങ്ങളിൽ അത് അപ്ലോഡ് ചെയ്യുക. ഇതുകൂടാതെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് വേണം, സിഗ്നേച്ചർ വേണം. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി ഇതിൻ്റെ അഡ്മിഷൻ എൻട്രൻസ് ടെസ്റ്റിൻ്റെ ബേസിലാണ്. എൻട്രൻസ് ടെസ്റ്റ് ബംഗളൂരുവിൽ മാത്രമാണ്, വേറെ എവിടെയും സെൻറ്റർ ഉണ്ടാവില്ല. അതേപോലെ എല്ലാ BSc കോഴ്സുകൾക്കും 100 മാർക്കിൻ്റെ എക്സാമാണ്. എലിജിബിൾ കാൻഡിഡേറ്റ് ഫോർ എൻട്രൻസ് ടെസ്റ്റ് വിൽ ബി ഇൻഫോം ടു ഡൗൺലോഡ് ദ അഡ്മിറ്റ് കാർഡ്. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അതേപോലെ എല്ലാ ഒഫീഷ്യൽ അപ്ഡേറ്റും ഈ സൈറ്റിൽ മാത്രമാണ്, nimhans.ac.in. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോവേണ്ട സൈറ്റും ഇത് തന്നെയാണ്. നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷന് പോവേണ്ട സൈറ്റും nimhans.ac.in എന്നുള്ള സൈറ്റിൽ കയറി അഡ്മിഷൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ അതിലേക്ക് വരാം. ഇനി ക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽ നോക്കുക. എൻട്രൻസ് ടെസ്റ്റ് വിൽ കണ്ടെയ്ൻ മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദ ഡ്യൂറേഷൻ ഓഫ് ദ ടെസ്റ്റ് ഫോർ ഈച്ച് കോഴ്സ് വിൽ ബി 90 മിനിറ്റ്. എല്ലാ BSc കോഴ്സുകൾക്കും 90 മിനിറ്റ് ഒറ്റ എക്സാമാണ്, 90 മിനിറ്റിൻ്റെ എക്സാമാണ്. ആ 90 മിനിറ്റ് കൊണ്ട് നിങ്ങൾ 100 ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതുണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് 0.25 മാർക്ക് നെഗറ്റീവ് ഉണ്ടാവും. അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റിന് പ്രത്യേകിച്ച് നെഗറ്റീവ് ഉണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, നെഗറ്റീവ് മാർക്കിംഗ് പ്രൊസീജിയർ ഉണ്ട്. അതുകൊണ്ട് തെറ്റായ ഉത്തരത്തിന് 0.25 മാർക്ക് ഡിഡക്റ്റ് ചെയ്യപ്പെടും. ഇനി അതിൻ്റെ ഫീസ് ഷെഡ്യൂൾ നോക്കാം. ഫീസ് ഷെഡ്യൂൾ ഓൾമോസ്റ്റ് BSc നഴ്സിംഗ് കോഴ്സുകളുടെ നോക്കാം. അതിൽ OBC അഥവാ EWS കാറ്റഗറി ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി ഒക്കെ ആണെങ്കിൽ, അതായത് ജനറൽ കാറ്റഗറി, OBC, EWS ഈ 3 കൂട്ടർക്കും ഉണ്ടാവുന്ന ഫീസ് ഏകദേശം 53,000 രൂപയാണ് ഒരു വർഷത്തെ ഫീ. ഡീറ്റെയിൽ ഇവിടെ ഉണ്ട്. രജിസ്ട്രേഷൻ ഫീയും ട്യൂഷൻ ഫീയും ഒക്കെ ആയിട്ട് ഓരോ ഡീറ്റെയിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ SC ST കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് 38,000 രൂപയാണ് ആനുവൽ ഫീ വരിക. ഇനി നേരെ തിരിച്ച് പാരാമെഡിക്കൽ കോഴ്സസ്, അതായത് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി അല്ലെങ്കിൽ അനസ്തേഷ്യ ടെക്നോളജി, അതല്ലെങ്കിൽ ക്ലിനിക്കൽ ന്യൂറോഫിസിയോളജി ടെക്നോളജിയിലൊക്കെ ആണെങ്കിൽ 25,050 രൂപയാണ് ഒരു വർഷത്തെ ഫീ വരിക. സർട്ടിഫിക്കറ്റ് കോഴ്സുകളുടെയും ഡിപ്ലോമ കോഴ്സുകളുടെയും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് അതായത് ഹയർ സെക്കൻഡറി കഴിഞ്ഞൊരു കുട്ടിക്ക് ബാധകമായിരിക്കുന്ന കോഴ്സുകളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നഴ്സിംഗിന് 53,000, നോർമൽ കാറ്റഗറി, SC ST കാറ്റഗറിക്ക് മാത്രം 38,000, പാരാമെഡിക്കൽ കോഴ്സിന് 25,050. ഓൾമോസ്റ്റ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന മേജർ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എലിജിബിലിറ്റി പറഞ്ഞിട്ടുണ്ട്, ഫീ ഷെഡ്യൂൾ പറഞ്ഞിട്ടുണ്ട്, സീറ്റ് മാട്രിക്സ് പറഞ്ഞിട്ടുണ്ട്, ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മറക്കണ്ട, രജിസ്ട്രേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് രജിസ്റ്റർ ചെയ്യാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് അപ്ഡേറ്റുകൾ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.